ഞാൻ അപ്പുറത്തെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവര് പോലീസുകാർ സമ്മതിക്കുമോ? ഇവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ വഴിമാറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളെ റോഡ് തടയാൻ പാടില്ല. ഇവിടെ മന്ത്രി വന്നാൽ ആര് വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരെ കൂടെ സ്കൂളിൽ പോകുന്ന സമയത്ത് റോഡ് 15-20 മിനിറ്റ് അരമണിക്കൂർ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ ഇവർ തമ്മിൽ പാർട്ടിക്കാർ തമ്മിൽ അടി ഉണ്ടായിന്ന് പറഞ്ഞ് ഈ സാധാരണക്കാർ നമ്മൾ എന്ത് ചെയ്ത് ഈ പിള്ളേരും കൂടി സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞങ്ങൾ എന്ത് ചെയ്ത് ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നതാണ് കുറ്റം. പെൺകുഞ്ഞുങ്ങളാണ് അതിന് മൂത്രമൊഴിക്കാൻ മുട്ടിയിരിക്കുന്നു പറയുന്നത്. ഈ റോഡിൽ ഒഴിക്കാനായിട്ട് സൗകര്യം ഉണ്ടായിത്തരും. ഇതിനകത്ത് സ്ത്രീകൾ ഇരിപ്പുണ്ടല്ലോ. SFI എന്ന് പറഞ്ഞ് ഭയങ്കര കാണിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ. ഇവർക്കൊന്നും ഇതില്ലേ? സ്ത്രീകളെ മൂത്രമൊഴിക്കണമെന്നാണ് ഇവരും പറയുന്നത്. ഈ വാഹനം ഈ സമരം തുടങ്ങിയതിന് പിന്നാലെ കേരള സർവകലാശാലയിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ അവർ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്നും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലേക്ക് സമരം മാറ്റിയിരിക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇറക്കി SFI റോഡ് ഉപരോധിക്കുകയാണ്. പാളയം MG റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യങ്കാളി ഹാളിന് തൊട്ട് മുന്നിലാണ് ഈ റോഡ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 4 മണിക്കൂറുകളായി തലസ്ഥാനത്ത് സർവകലാശാലയിലും പരിസരത്തുമായി വലിയ സംഘർഷവും വലിയ പ്രതിഷേധവുമൊക്കെയാണ് അരങ്ങേറുന്നത്. ഇപ്പോൾ നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ നേതൃത്വത്തിലാണ് സമരം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലാണ് ഇവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനോട് തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ സർവകലാശാലയെ സമരത്തെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. സമരപ്പന്തൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് SFI സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. സമാധാനപരമായ ഒരാഴ്ചക്കാലം നടക്കുന്ന സമരത്തെയാണ് പോലീസ് ഈ VC-യുടെ ഉത്തരവോട് കൂടിയിട്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന പൊതുനിരത്തിലേക്ക് വന്ന് പ്രതിഷേധിക്കാൻ SFI തയ്യാറായിട്ടുള്ളത്. അവരെ മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനും മാത്രമുള്ള ഒരു വിഷയവും ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും ആ സത്യപ്രതിജ്ഞ നടന്നു കഴിഞ്ഞാൽ മാത്രമേ യൂണിയൻ പരിപാടി നടക്കുകയുള്ളൂ എന്നും കാലങ്ങളായിട്ട് SFI ഉന്നയിക്കുകയാണ്. മാസങ്ങളായിട്ട് കേരള യൂണിവേഴ്സിറ്റി കീഴിൽ യൂണിയൻ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. SFI അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഈ അസഹിഷ്ണുതയെ ചോദ്യം ചെയ്യാനാണ് SFI സമരവുമായിട്ട് തെരുവിലിറങ്ങുന്നത്. സമരപ്പന്തൽ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് SFI പ്രഖ്യാപിച്ചിരുന്നു. ആ പന്തൽ പൊളിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഘട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വന്നത്. സമാധാനമായി വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമരത്തെ ആ സമരപ്പന്തൽ പൊളിച്ച് മുഴുവൻ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തരത്തിലേക്കുള്ള അസഹിഷ്ണുതയോട് കൂടിയിട്ട് അധികാരികൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകാനാണ് വലിയ പ്രതിഷേധത്തോടു കൂടി മുന്നോട്ടേക്ക് പോയി. ഞങ്ങൾ കേവലം SFI-ക്കാർക്ക് വേണ്ടിയുള്ള സമരമല്ല, കേരള സർവകലാശാലയുടെ കീഴിൽ പഠിക്കുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെയും അംഗീകരിക്കുന്ന വരെ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. അത്തരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുക എന്നതാണ് SFI പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ പോലീസ് വാഹനവുമായി എത്തി ഈ പ്രവർത്തകരെ, റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പോലീസ് അധികാരികൾ നടത്തുന്നുണ്ട്. നേരത്തെ DCP അറിയിച്ചിരുന്നത് ഈ വിഷയത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് പൂർത്തിയാക്കിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം എന്നുള്ളതാണ്. DCP അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സർവകലാശാലയ്ക്കുള്ളിൽ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ സമരപ്പന്തൽ കെട്ടിയുള്ള സമരമായിരുന്നു SFI നടത്തി വന്നിരുന്നതെങ്കിൽ ആ സമരത്തിന് പകരമായി ഇന്ന് സമരം സർവകലാശാല കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള സമരം അംഗീകരിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ ഇപ്പോൾ പോലീസ് അധികാരികൾ ഇവരോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് കൂട്ടാക്കാതെ സമരവുമായി മുന്നോട്ട് വന്ന SFI പ്രവർത്തകർ അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നേരത്തെ ഒരു പൊതുനിരത്തിലൂടെ വന്നവർ അടക്കം ഈ സമരത്തിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ ഈ സമരത്തിൽ SFI പ്രവർത്തകരെ ഈ MG റോഡ് ഉപരോധിച്ചു വന്നിരുന്ന SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പിന്നിലേക്ക് പോകാൻ തയ്യാറാകാതെ അവർ ഇപ്പോഴും റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. സർവകലാശാലയിലെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പൊതുനിരത്തിലേക്ക് സമരം മാറ്റേണ്ടി വന്നത്. ഇത് പൊതുനിരത്തിലെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയോ SFI-ക്കാർ മാത്രമുള്ള
പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ് എന്നതാണ് അല്പനേരം മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് നമ്മോട് വ്യക്തമാക്കിയത്. സംസ്ഥാന പ്രസിഡന്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത സമരമാണ് കഴിഞ്ഞ ഒരു 4 മണിക്കൂറുകളായി SFI തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തി വന്നിരുന്നത്. സർവകലാശാല പരിസരത്ത് നടത്തിയ സമരത്തിൽ പല ഘട്ടങ്ങളിലായി സംഘർഷമുണ്ടായി. സംസ്ഥാന സെക്രട്ടറി ആർഷോ അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടുപോയി. അവിടെ അതിൽ പ്രതിഷേധിച്ചും ആ സമരപ്പന്തൽ പൊളിച്ചതിനുള്ള പ്രതിഷേധമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ റോഡ് ഉപരോധിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ റോഡ് ഉപരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പൊതുനിരത്തിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്.